കുട്ടിയേടത്തിയും MTയുടെ ഒരു താവഴിയിലെ കുടുംബാംഗമായിരുന്നു. അല്ല, അവർ റിബലായിരുന്നു. അവരെപ്പറ്റി ഇപ്പോൾ ഇന്നത്തെ പലർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഒരു ഭാഗത്തൊരു പത്തായപ്പര, പിന്നിലൊരു കളപ്പര, മെയിൻ ഹൗസ് ഇപ്പുറത്ത്. അന്ന് ഇവരൊക്കെ മെയിൻ ഹൗസിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ മൂന്നാമത്തെ ഇതിലാണ്. ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു വലിയമ്മയുടെ മക്കളിൽ ഒരാളായിരുന്നു ഈ മീനാക്ഷി എഴുത്തി. ഇതൊക്കെ അത് ഫിക്ഷനില്ല. അവർ ആരെയും കൂട്ടാക്കാതെ നടന്നിരുന്നതാണ്. ഇവിടെ ഒരു മണി പോലത്തെ ഒന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു ദശ. അത് അവർ വളരെ സിമ്പിളായിട്ടൊരു കറിക്കത്തി എടുത്തിട്ട് മുറിച്ച് കളഞ്ഞു. ചോര വാർന്നു ഒഴുകി ബഹളായി. അവരാണ് ഈ മച്ച് കളച്ചത്. അവിടെ നിധിയുണ്ട് എന്നൊക്കെ ജ്യോതിഷക്കാർ പറയണം. എന്തിനാപ്പോൾ ഈ നിധി ഇവിടെ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ? എന്നിട്ട് അന്നുള്ള ആണുങ്ങളൊക്കെ ബഹളം കൂട്ടി അടിക്കും പിടിക്കുകയൊക്കെ ചെയ്തു വരെ. ഇവരെ കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവരാ വീട്ടിൽ നിന്ന് പോയി കുന്നുംപുറത്തൊരു വീട്ടിലെത്തി. അവിടെ താമസിക്കുന്ന കാലത്താണ് അവർ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയുടെ കാരണങ്ങളൊന്നും ആർക്കും അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പല കഥകളും പലരും പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഈ മച്ച് കളച്ചതും കാത് മുറിച്ചതും ഒക്കെ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ അപ്പുറത്തുള്ളപ്പോഴാണ് നടന്ന സംഭവങ്ങളാണ്. അവിടുത്തെ ബഹളം. എന്നിട്ട് അമ്മ പറഞ്ഞു, അയ്യോ ഇവിടെ കൊണ്ട് ഇതല്ല, അത് ആകെ ചോര പടുകളിയായിട്ട് കിടക്കുകയാണ്. അന്നത്തെ മാതിരി ഇപ്പോൾ അങ്ങനെ അവിടുന്ന് ഡോക്ടറെ വിളിക്കുക അതൊന്നുമില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത്. അവരുടെ സിസ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. സിസ്റ്റേഴ്സിൻ്റെ മക്കളുണ്ട്. അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ആരും വന്ന് പറയുകയാണ്. എന്നെ അവർ വാസുന്ന വിളിച്ചിരുന്ന് അവർ പുറത്ത് നടക്കുമ്പോൾ ഞാൻ ഈ മുറ്റത്ത് കളിക്കുമ്പോൾ ചെറിയ കുട്ടികളിൽ എന്നെ ബാസു എന്ന് വിളിച്ചിട്ട് ബാസു എന്നാണ് വിളിക്കുക. അവരുടെ കൂടെയൊക്കെ ഞാൻ ഈ മാങ്ങയുടെ ചോട്ടിലും ഒക്കെ നടന്നിട്ടുണ്ട്. ബാസു നല്ല കുട്ടിയാവണം, അമ്മയും വല്യമ്മയും ഒക്കെ നോക്കണം. ഞാൻ മൂളി. എൻ്റെ പുറത്ത് കുട്ടിയേട്ടത്തിയുടെ വിരലുകൾ താളം പിടിച്ചു. ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. പതുക്കെ പതുക്കെ ഞാൻ കണ്ണുകൾ അടച്ചു. പുലരുമ്പോൾ ഒരു നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചാണ് ഞാൻ ഉണർന്നത്. കണ്ണു തിരുമ്മി നിവർന്നപ്പോൾ അമ്മയും വലിയമ്മയും നെറുകയിൽ കൈവച്ച് നിലവിളിക്കുന്നു. ജാനുവേട്ടത്തിയുമുണ്ട്. വലിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭയപ്പാടോടെ ഞാൻ നോക്കി. അപ്പോൾ നടുപ്പുരയുടെ ഉത്തരത്തിൽ നിന്ന് ഒരു കയറിൻ തുമ്പത്ത് കുട്ടിയേട്ടത്തിയുടെ ശരീരം ആടിക്കളിക്കുന്നു. 4 ആണുങ്ങൾക്കിടയിൽ വിലാസിനി ഓപ്പോൾ കൂടി ചേർന്നപ്പോൾ 5 മക്കളായി. പക്ഷേ വിലാസിനി ഓപ്പോളെ കൂടാതെ ഒരു സഹോദരി കൂടി കൗമാരക്കാരനായ വാസുവിനെ തേടിയെത്തി. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ ഈ പെങ്ങളെക്കുറിച്ച് MT പറയുന്നുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാണ്. ഇവിടെ ഈ വീട്ടിലാണ് വന്നത്. ഇവിടുന്ന് പുന്നേർകുളത്തേക്ക് പോയി. കമലദാസൊക്കെ കണ്ടിട്ടുണ്ട്. കമലദാസ് അവരെ പറ്റി എഴുതിയിട്ടുണ്ട്. അവർ കൂടുതൽ ഇവിടുത്തേക്കാളധികം സമയം നിന്ന് പുന്നേർകുളത്താണ്. എൻ്റെ അച്ഛൻ്റെ വീട് പുന്നേർകുളത്തായിരുന്നു. ഇവിടെ അമ്മയായിട്ടൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ആയപ്പോൾ ഈ കുട്ടിയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് താമസിച്ചു. ഒരു 4-5 മാസം താമസിച്ചു, 5-6 മാസം താമസിച്ചു. ആ സമയത്ത് ഞങ്ങൾ അമ്മയില്ല, ഞങ്ങൾ പോയിരുന്നു. മാധവിക്കുട്ടി അവരെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് അങ്ങനെ ഒരു വലിയൊരു അടുപ്പൊന്നും അവരായിട്ട്. അവരെ ഞാൻ കണ്ടിരുന്നു, വായിച്ചിരുന്നു. അവരെന്നെയും വായിച്ചിരുന്നു. ഭാഷയില്ല. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയണത് അവർക്ക് മനസ്സിലാവില്ല. അവരുണ്ടായിരുന്ന സ്ഥലം എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ പിന്നീട് സിലോണിൽ പോയപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. ആർക്കും ഒരു പിടിപാടുമില്ല. അച്ഛൻ താമസിച്ചിരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ ഞാൻ പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോയിരുന്നു. ആർക്കും ഒരു പിടിയില്ല. ഭാവഗീതത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് MT രചിച്ച മഞ്ഞ് എന്ന നോവൽ. പ്രണയത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും തണുത്തുറഞ്ഞ ഏകാന്തതയുടെ ഉറഞ്ഞ മഞ്ഞുപോലെ തളം കെട്ടി നിൽക്കുന്ന കാലത്തിൻ്റെയും കഥ കവിതയാക്കിയ കൃതി. മഞ്ഞിലെ വിമല കൂടല്ലൂർക്കാരിയല്ലെങ്കിലും നോവലിൽ പലയിടത്തും കൂടല്ലൂർ വന്നു നിറയുന്നുണ്ട്. കശുവണ്ടി എണ്ണയുടെ മണമുള്ള കടവ് തോണി,
പച്ചപ്പയ്യുകൾ ചാടുന്ന വയൽവരമ്പിലേക്ക് ചാഞ്ഞ കതിർക്കുലകൾ, കാളത്തേക്കിൻ്റെ ഉരുളൊച്ച, വേട്ടുവക്കുടിലുകളിൽ നിന്ന് രാത്രി കേൾക്കുന്ന തുടികൊട്ട്, ഇവയൊക്കെ കൂടല്ലൂരിൻ്റെ ലക്ഷണബിംബങ്ങൾ തന്നെയാണല്ലോ. കുട്ടിക്കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അമ്പലത്തിൽ പോയിരുന്നു. പാടം കടന്ന് പൊടിമണൽ കുഴഞ്ഞു കിടക്കുന്ന വെട്ടുവഴിയിലൂടെ നടന്ന് ഇടവഴി കയറിയാൽ അമ്പലമായി. ഇടവഴിയുടെ ഇരുവശത്തും മഞ്ഞപ്പൂക്കൾ സമൃദ്ധമായി വിടർന്നു നിൽക്കുന്ന കരപീരകക്കൂട്ടങ്ങളാണ്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഇടവഴി ഇപ്പോഴും മുന്നിൽ കാണാം. അതിന് ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറുണ്ട്, ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അത് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. ഞാൻ അവിടെയൊക്കെ സഞ്ചരിച്ചിരുന്ന കാലത്ത് അവിടെ നിന്നൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുകയും അവരിൽ നിന്നുള്ളൊരു പ്രചോദനം കൊണ്ടാണ്, ബാക്കിയൊക്കെ ഫിക്ഷനാണ്, അവരിൽ നിന്നൊരു പ്രചോദനം എനിക്കുണ്ടായിട്ടുണ്ട് അത് എഴുതാൻ വേണ്ടിയിട്ട്.